ഹായ് എവരി വൺ, വെൽക്കം ടു മില്യൺ ഡോട്ട്സ്. നമുക്ക് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്താണ് ഈ ഓൾട്ട് കോയിൻസ് എന്ന്. ഭയങ്കര ഈസിയാണ്. ക്രിപ്റ്റോ കറൻസിയിൽ ബിറ്റ് കോയിൻ ഒഴികെ ബാക്കി എല്ലാ കറൻസീസും ഓൾട്ട് കോയിൻ ആണ്. ഇവയെല്ലാം ലോഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ലൈറ്റ് കോയിൻ എന്ന് പറഞ്ഞാണ് പുതിയൊരു കോയിൻ ലോഞ്ച് ചെയ്യുക അല്ലെ. പിന്നെ ഒരേ വസ്തുക്കൾ തന്നെ ഒന്നിലധികമാണ് തന്നെ നമ്മൾ ജസ്റ്റ് അൾട്ടർനേറ്റീവ് കോയിൻസ് അല്ലെ, അൾട്ടർനേറ്റീവ് കോയിൻസ് എന്ന് പറയും. സോ അതാണ് ഈ ഓൾട്ട് കോയിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തിനാണ് ഇപ്പൊ നമുക്ക് ബിറ്റ് കോയിനിൽ ഉള്ളപ്പോൾ എന്തിനാണ് പുതിയൊരു കറൻസീസ് എന്നൊരു തോന്നലുണ്ടാവും. ഇത്രേ ഉള്ളൂ. ബിറ്റ് കോയിൻ എങ്ങനെയാണ് നിലവിൽ വന്നത് അല്ലെ. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്ന കറൻസിക്ക് ഉള്ള ഡീമെറിറ്റ്സ് കൊണ്ടാണ് ബിറ്റ് കോയിൻ നിലവിൽ വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇനി ബിറ്റ് കോയിൻ എന്തെങ്കിലും ഡീമെറിറ്റ്സ് ഉള്ളത് കൊണ്ടായിരിക്കും വേറെ ലൈറ്റ് കോയിൻസ് ക്രിപ്റ്റോ കറൻസി ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബിറ്റ് കോയിന്റെ ഡീമെറിറ്റ്സ് എന്തൊക്കെയായിരിക്കും അല്ലെ. ബിറ്റ് കോയിന് ഡീമെറിറ്റ്സ് എന്തൊക്കെയെന്ന് അറിഞ്ഞാൽ മാത്രമാണ് പുതിയ ഒരു കോയിൻസിന് അല്ലെങ്കിൽ പുതിയ ലൈറ്റ് കോയിൻസിന് നമ്മുടെ നാട്ടിൽ വാല്യൂ ഉണ്ടോ അല്ലെങ്കിൽ ലൈറ്റ് കോയിൻസിന് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലെന്ന് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതിന് ബിറ്റ് കോയിന്റെ ഫസ്റ്റ് ഒരു ഡീമെറിറ്റ്സ് നമുക്ക് എന്തൊക്കെയാണ് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് അത് മൈൻ ചെയ്തെടുക്കുന്നതാണ് അല്ലെ. ലിമിറ്റഡ് സപ്ലൈ ഉള്ളൂ. അതുപോലെ തന്നെ ഭീമമായ കമ്പ്യൂട്ടർ വെച്ചിട്ടാണ് അതിന് മൈൻ ചെയ്തെടുക്കുന്നത്. അതിന് നമുക്ക് ഹെവി ഇലക്ട്രിസിറ്റി വേണം അല്ലെ. അത് ഇത്രയും വലിയൊരു ഇലക്ട്രിസിറ്റി ഇതിനു വേണ്ടി ചെലവാക്കുക എന്ന് പറയുന്നത് ഒരു ജസ്റ്റ് ഒരു ഡീമെറിറ്റ് ആണ്. അതുപോലെ തന്നെ അതിന് ട്രാൻസാക്ഷൻ ടൈം എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻ ടൈം എന്ന് പറയുന്നത് 10 to 15 മിനിറ്റ്സ് ഒക്കെയാണ് അതിന്റെ ട്രാൻസാക്ഷൻ ടൈം വരുന്നത്. ഈ ഒരു ഡീമെറിറ്റ്സ് ഉള്ളത് കൊണ്ടാണ് അവിടെ പുതിയൊരു കോയിന് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. സോ അതിന് വേണ്ടി ഇവർ ആ ഒരു ഡീമെറിറ്റ്സ് ചോദിച്ചാൽ ആ ഡീമെറിറ്റ്സ് ഇല്ലാതെ പുതിയ കോയിൻസ് ലിസ്റ്റ് ചെയ്യും. സോ അത് ലിസ്റ്റ് ചെയ്യുമ്പോൾ ലൈറ്റ് കോയിൻസ് എന്ന് പറഞ്ഞാണ് മാർക്കറ്റിൽ വരിക. അത് മാർക്കറ്റ് ലിസ്റ്റ് ചെയ്തതിന് ശേഷം ഓൾട്ടർനേറ്റീവ് കോയിൻസിന്റെ അണ്ടറിലോട്ട് പോകുന്നു. അത്രേ ഉള്ളൂ ഈ ഓൾട്ട് കോയിൻസ് എന്താ എന്ന് ഉള്ളവർക്ക്. ഇത്രയേ ഉള്ളൂ. ബിറ്റ് കോയിൻ ഒഴിച്ച് ബാക്കി എല്ലാം ഓൾട്ട് കോയിൻസ് ആണ്. ഓക്കെ, ഇതുവരെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങളുടെ അടുത്തൊരു ഡൗട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, ക്രിപ്റ്റോ കറൻസിയുടെ അണ്ടറിൽ വരുന്ന ബിറ്റ് കോയിനിൽ നമ്മൾ പറഞ്ഞു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ട്രേഡ് ചെയ്യാന്ന് പറഞ്ഞു, കാരണം ട്രാൻസാക്ഷൻ വേണ്ടി വരും കാലങ്ങളിൽ യൂസ് ചെയ്യുന്നു പറഞ്ഞു അല്ലെ. ഇത്രയും ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ബിറ്റ് കോയിൻ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഇനി പുതിയ ഒരു ലൈറ്റ് കോയിൻ ആയിട്ട് പുതിയ ലോഞ്ച് ചെയ്ത കറൻസി കോയിൻസിൽ ഇതിനൊക്കെ പറ്റുമോ എന്നൊരു ചോദ്യം വരും. ഇപ്പൊ ഒരു കോയിൻ ലിസ്റ്റ് ചെയ്യുമ്പോൾ അതിന് വ്യക്തമായ ഒരു പർപ്പസ് ഉണ്ട്. ഇപ്പൊ നമുക്ക് ഫസ്റ്റ് വൺ ബിറ്റ് കോയിൻ എടുക്കാം. ബിറ്റ് കോയിൻ കറക്റ്റ് ട്രാൻസാക്ഷന് വേണ്ടി കണ്ടുപിടിച്ച കറൻസിയാണ് അല്ലെ. അതുപോലെ തന്നെ എത്തേറിയം എന്ന് പറഞ്ഞ ബ്ലോക്ക് ചെയിന്റെ അണ്ടറിൽ വരുന്ന ETH. ഈ എത്തേറിയം ബ്ലോക്ക് ചെയിൻ എന്തിന്റെയാണ്? ഒരുപാട് ആപ്പുകളുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയാണ് എത്തേറിയം. അതിന് ഓരോന്നിനും ഓരോ പർപ്പസ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ പുതിയ ലൈറ്റ് കോയിനിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഈ ഒരു ലൈറ്റ് കോയിൻ എന്തിനു വേണ്ടിയാണ് ക്രിപ്റ്റോ കറൻസിയിൽ ലോഞ്ച് ചെയ്ത്, എന്താണ് അതിന്റെ പർപ്പസ്, അല്ലെങ്കിൽ ഏത് കമ്പനിയാണ് ഇതിന്റെ ബാക്കിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചുകൊണ്ട് മാത്രം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക. പല ലൈറ്റ് കോയിൻസും അറിയാം. ഈ ലൈറ്റ് കോയിൻസ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ തന്നെ അറിയാം ഹൈ റിസ്ക് റിവാർഡാണ്. ചിലപ്പോൾ ഒരു ദിവസം നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ക്യാപിറ്റൽ ചിലപ്പോൾ 100% ഒക്കെ അപ്സൈഡ് 100% ഇരട്ടി തന്നിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ അങ്ങനെ പോയിട്ടുണ്ടാവും അല്ലെ. ഈ ഒരു പ്രോബബിലിറ്റി ലൈറ്റ് കോയിൻസിൽ ഒരുപാട് കോയിൻസിലുണ്ട്. അപ്പോൾ നമുക്കതിൽ റിസ്ക് ഉണ്ടെങ്കിൽ പോലും റിവാർഡും ഉണ്ട്, അതുപോലെ തന്നെ റിസ്ക്കും ഉണ്ട്. നമ്മൾ എത്രയാണോ റിവാർഡ് ഉണ്ടെന്ന് ആൾക്കാർ പറയപ്പെടുന്നത്, ആ റിവാർഡിന്റെ അതേ റേഷ്യോ തന്നെ നമുക്ക് റിസ്കിനും ഉണ്ട്. അതുകൊണ്ട് ലൈറ്റ് കോയിൻസിൽ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് നോക്കുന്നവരാണെങ്കിൽ തന്നെ പ്രോപ്പർ ആയിട്ട് അനാലിസിസ് ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക.